ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി നീണ്ടുപോയതോടെ സമീപകാലത്തെങ്ങും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത നാണക്കേടിലേക്കാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയം ചെന്നെത്തിയത്. രാഹുലിനെതിരെ അതിശക്തമായ നടപടി വേണമെന്ന നിലപാടെടുത്ത പല നേതാക്കളെയും സൈബർ വെട്ടുകിളിക്കൂട്ടം പല രീതിയിൽ ആക്രമിച്ചു. എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് രാഹുൽ രാഷ്ട്രീയത്തിൽ സജീവമായി. അന്ന് തന്നെ ഞാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന്. എൻ്റെ നിലപാട് അന്ന് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുന്നു. രാഹുലിനെതിരായ ആരോപണത്തിന്റെ മൂർച്ച കൃത്യമായി മനസ്സിലാക്കിയായിരുന്നു രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസ് നേതാവിന്റെ ഓരോ പ്രതികരണവും. പാർട്ടി ആദ്യഘട്ടം മുതലെടുത്ത നടപടികളിലെ മെല്ലെപ്പോക്കിൽ അടിമുടി അതൃപ്തി പ്രകടമാക്കിയ നേതാവ്. പക്ഷേ ആ വാക്കുകളുടെ ബലം പാർട്ടിയിലെ പല പുരുഷ നേതാക്കൾക്കും ഉണ്ടായില്ല. ശക്തമായ നിലപാടെടുത്ത വനിതാ നേതാക്കളെ സൈബർ ആക്രമണത്തിൽ നിശബ്ദരാക്കാൻ ശ്രമിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം കടുത്ത നിലപാട് തുടർന്നുവെങ്കിലും അതും രാഹുൽ ബ്രിഗേഡിന്റെ സൈബർ ആക്രമണത്തിന് മുന്നിൽ വിലപ്പോയില്ല എന്ന് വേണം കരുതാൻ. അതോടെ പാർട്ടിയെടുത്ത നടപടി തൃപ്തികരമാണെന്ന പൊതുനിലപാടിലേക്ക് ചുരുക്കം ചിലരൊഴികെയുള്ള നേതാക്കൾ ചെന്നെത്തി. UDF കൺവീനർ അടൂർ പ്രകാശും MM ഹസനും അടക്കമുള്ള നേതാക്കൾ രാഹുലിന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിലപാടില്ലാത്ത നേതൃത്വത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി. പലപ്പോഴും എനിക്കൊന്നും അറിയില്ലെന്ന നിലപാടിലായിരുന്നു സണ്ണി ജോസഫ്. രാഹുലിനെതിരായി ചില ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഹൂ കെയേഴ്സ് എന്ന മറുപടിയോടെയാണ് അയാൾ അതിനെ നേരിട്ടത്. പിന്നീട് ചലച്ചിത്ര താരവും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജ് രാഹുലിന്റെ പേരെടുത്തു പറയാതെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. അപ്പോഴും രാഹുൽ ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളി. നിലവിൽ പരാതി നൽകിയ യുവതിയുടെ ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും പുറത്തു വന്നതോടെയാണ് അല്പമെങ്കിലും രാഹുൽ പ്രതിരോധത്തിലായത്. ആദ്യം യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ച് മാറി നിന്നു. ആരോപണത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ് മുഖം രക്ഷിക്കാൻ ശ്രമം നടത്തി. 1 മാസത്തോളം വീടിന് പുറത്തിറങ്ങാതെ ഇരുന്ന രാഹുൽ പതിയെ പൊതുജീവിതത്തിൽ സജീവമാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. മണ്ഡലത്തിലെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തും സിനിമാ താരങ്ങളെ രംഗത്തിറക്കിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമായും രാഹുൽ മടങ്ങിവരവ് പ്രഖ്യാപിച്ചു. രാഹുലിന്റെ ഗോഡ്ഫാദർ പരിവേഷത്തിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ട് പോകാതെ ഷാഫി പറമ്പിൽ അഴകൊഴമ്പൻ നിലപാടുമായി പിന്തുണ തുടർന്നു. KC വേണുഗോപാൽ എടുത്ത നടപടി മതിയാവോളം എന്ന നിലപാടിൽ പിന്നണിയിൽ പിന്തുണയ്ക്ക് ചുക്കാൻ പിടിച്ചു. പ്രധാന നേതാക്കൾ അകറ്റി നിർത്തിയെങ്കിലും ഇതോടെ സൈബർ കോൺഗ്രസുകാർക്ക് രാഹുൽ താരമായി തുടർന്നു. കളം മാറിയത് മനസ്സിലാക്കിയ സ്ഥലം MP VK ശ്രീകണ്ഠൻ അടക്കമുള്ള നേതാക്കളും രാഹുലിന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തെത്തി. മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ രാഹുലിന്റെ രക്ഷകവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കേട്ടു നിൽക്കുന്നവർ പോലും തലകുനിച്ചു പോകുന്ന ന്യായീകരണങ്ങളുമായാണ് K സുധാകരൻ രാഹുലിന് വേണ്ടി രംഗത്തെത്തിയത്. അപ്പോഴും തങ്ങളുടെ നിലപാടിൽ നിന്ന് അണുവിട പിന്നോട്ടു പോകാതെ രാഹുലിനെതിരായ നിലപാട് സ്വീകരിച്ച നേതാക്കളും കുറവല്ല. രാഹുലിനെ പുറത്താക്കണമെന്ന ശക്തമായ നിലപാടുമായി ഷാനിമോൾ ഉസ്മാനും ഉമാ തോമസും പാറ പോലെ ഉറച്ചു നിന്നു. ആൺപടയിലെ നേതൃനിരയാകെ രാഹുൽ ഇഫക്റ്റിനൊപ്പം ഓടിത്തുടങ്ങിയപ്പോഴും അവസാനം വരെ വേറിട്ട ശബ്ദമായി K മുരളീധരൻ എന്ന നേതാവ്. രാഹുലിനെ ഇത്രമേൽ പരസ്യമായി തള്ളിപ്പറഞ്ഞ മറ്റൊരു നേതാവും സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായില്ല. യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് രാഹുലിനെതിരെ ശക്തമായ നിലപാടുമായി സജന സാജനും നീതു വിജയനും പോരാടി. രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്കും അതിജീവിതയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർക്കുമെതിരെ ശക്തമായ നിലപാടുമായി താര ടോജോ അലക്സ് നിരന്തരം ഇടപെടലുകൾ നടത്തി. ആ വഴിയെ MM ഷഹനാസും പോരാട്ടം തുടർന്നു. സൈബർ ഗുണ്ടകളുടെ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനും രാഹുലിനെതിരായ പരസ്യ നിലപാടിൽ ഉറച്ചു നിന്നു. അതിജീവിതയുടെ പോരാട്ടത്തിനൊപ്പം കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഒറ്റക്കെട്ടായി നിലനിൽക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് കൃത്യം 1 വർഷം തികയുന്ന ദിവസം തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താകുന്നതിലേക്കാണ് രാഹുൽ എന്ന 36-കാരൻ്റെ ചെയ്തികൾ എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലല്ലാതെ അടുത്തയിടെ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്ന പ്രധാന വ്യക്തിയാകും രാഹുൽ. ആ പുറത്താക്കൽ രാഹുലിലേക്ക് മാത്രം ചുരുങ്ങാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൽ അയാൾ മാത്രമല്ല ഉത്തരവാദി.
ഒളിഞ്ഞും തെളിഞ്ഞും രാഹുലിന് പിന്തുണ നൽകിയ മുതിർന്ന നേതാക്കളടക്കം അതിൽ പ്രതിസ്ഥാനത്താണ്. പാർട്ടിയിൽ ഒറ്റപ്പെടുമോ എന്നതുപോലും നോക്കാതെ അതിജീവിതയ്ക്കൊപ്പം നിലയുറപ്പിച്ച വിരലിലെണ്ണാവുന്ന നേതാക്കൾക്ക് ഇത് ചെറുതല്ലാത്ത അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.